വെൽക്കം ബാക്ക് ടു മുത്തുക്കിളി വ്ളോഗ്. ഇന്നൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് മീനാക്ഷിയുടെ വീട്ടിലോട്ട് പോകാൻ റെഡിയാവുകയാണ്. മോള് പകുതി ഒരുങ്ങി ഇനി എന്നെ ഒരുക്കാൻ പോവുക. പല ആൾക്കാരും പറഞ്ഞ് ഞങ്ങളുടെ വ്ളോഗ് എടുക്കുമ്പോൾ ക്ലിയർ ഇല്ലെന്ന്. അത് ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് അനിയത്തിക്കോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. ഞങ്ങൾ മേക്കപ്പ് ഇടുകയാണ്. ഞാൻ ഇങ്ങനെയുള്ള മേക്കപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ മോള് പറഞ്ഞ് ഫൗണ്ടേഷനൊക്കെ ഇട്ട് സൺസ്ക്രീനും ഒക്കെ ഇട്ടുകൊണ്ട് വേണം ഇവിടെ പുറത്തിറങ്ങാനെന്ന്. കയ്യില്ലാത്ത ഉടുപ്പൊക്കെ എടുത്തത് ഞാനത് മാറി ഇപ്പം ഇതെടുത്തത്. കൊച്ചു പൊട്ട് മതിയാണോ? പൊട്ട് വേണോ? പൊട്ട് വേണ്ടേ? ചെറുത് മതി. മോളിടുന്ന സ്ഥലം ഇന്ന് അമ്മോനില്ല ഗൈസ്. അമ്മോൻ മാഞ്ചസ്റ്ററിൽ പോയേക്കുന്നു. ഇന്ന് ഞാനും മോളും രാജീവണ്ണും കൂടെ പോകുന്നത്. തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ് നടന്ന റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിന് പോകാനാണ്. ഇവിടെ മാലയൊന്നും ഇവിടെ ഒക്കത്തില്ല. ഇട്ടില്ല. ഭയങ്കര വിഷമോ. ഇവിടെ ഭയങ്കര മോശമാണ്. നടന്നു പോകുമ്പോഴേ പുല്ലുമല്ല പൊട്ടിച്ചുകൊണ്ട് പോകും. നമ്മൾ ഇത് പറയാൻ സ്റ്റേഷനിൽ ചെന്നാൽ അവർ പറയുന്നത് അവർക്ക് അന്വേഷിക്കാൻ ഇതല്ല ജോലിയെന്ന്. അതുകൊണ്ട് ഇവിടെ മൊബൈലും സ്വർണവും നമ്മൾ തന്നെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാം ഊരി വെച്ച് ഇനി പോകുമ്പോൾ ഏതെങ്കിലും തട്ടിക്കൂട്ടി ഇടാന്ന് വിചാരിക്കുക. മോളതെല്ലാം നെക്ലസ്സാണ്. എനിക്ക് ഇട്ടിട്ട് ഭയങ്കര വൃത്തികേട്. അതുകൊണ്ടോ മേക്കപ്പ് ഞാൻ ലിപ്സ്റ്റിക്ക് കുറച്ചിട്ട് മോള് പറഞ്ഞ് കുറച്ചുകൂടി ഇടാം. ഞാൻ തന്നെ ഇത് കുറച്ചങ്ങ് തിന്നും. ഇവിടെ ഭയങ്കര ചൂടെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പ്. മോൾ ഇവിടെ കിടന്ന് വിയർത്തൊലിക്കുന്നു. 29 ഡിഗ്രി. മതി. ഞാൻ ഇന്ന് ഇച്ചിരി മേക്കപ്പ് ഇടുകയാണ് ഗായ്സ്. സിമ്പിളായിട്ട് ഒരുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. മോള് പറഞ്ഞ് സിമ്പിള് മതിയെന്ന്. ഐലൈനർ എഴുതുക, തന്നെ എഴുതാൻ അറിഞ്ഞോടാ എനിക്ക്. അപ്പം ഞങ്ങൾ ഓടി ഗൈസ്. വീട്ടിൽ നിന്ന് ഒരു 4 മിനിറ്റ് ഉള്ളപ്പോഴേ ഇറങ്ങിയത്. ഞങ്ങൾ വിചാരിച്ചു ഒറ്റ ഓട്ടമായിരുന്നു. എത്തി സമയത്തെത്തി. ഇനി സമാധാനമുണ്ട് ഞങ്ങൾക്ക്. മീനാക്ഷി റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് കൂടെ ഒരു സായിപ്പ് കയറിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്നില്ല. സൗത്ത് ആഫ്രിക്കയാണെന്ന് തോന്നുന്നു. അഡ്രസ് കൊടുക്കാൻ because in our country we wear like a very luxurious clothes and fancy. Bye. Poa. Have a lovely day. Bye. Lovely to meet you. Thank you. അത് നമ്മുടെ അമ്മ. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ല. എങ്ങോട്ടോ അമ്മ? ഏത് സ്ഥലത്താ പോന്ന? ക്രോയിഡൺ. അച്ഛന്റെ ഗ്ലാസ് അടിച്ചു മാറ്റിയത് അമ്മ. ഇനി അച്ഛന്റെ ഷോ. ഹലോ, ഞങ്ങൾ അങ്ങനെ ക്രോയിഡനിലെത്തി. അക്കുമോ വരും വിളിക്കാൻ. ഞങ്ങൾ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം വിശേഷങ്ങൾ. ഓക്കെ. Police reported ahead. Oh yeah, no, Burley's amazing. The south is semi. Trainൊക്കെ ഇങ്ങോട്ട് ഇവിടെ.
അതൊക്കെ പോകണേ. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിക്കണ്ടായിരുന്നു. എവിടാ ഇപ്പൊ വന്നേക്കുന്നത്? ഞാൻ മീനാക്ഷിയുടെ സംബന്ധക്കാരൻ. നോക്കട്ടെ, ചിറ്റന്റെ ഫുൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണിക്കട്ടെ. UK വന്നിട്ട് കൊച്ചുമോക്ക് മാറ്റം വല്ലതും ഉണ്ടോന്ന് നിങ്ങൾ പറയാ. വെളിയിലോട്ട് പിന്നെ ആദ്യം ഇവിടെ എല്ലാം കാണാം. മെഴുകുതിരി അതുൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. മെഴുകുതിരി വാക്സിന്റെ പ്രത്യേകത ഹലോ ഗായ്സ്, ഞങ്ങളെ കണ്ടോ? മീനാക്ഷിയുടെ വീട്ടിൽ വന്നു. അത് ഇവിടുത്തെ ആദ്യത്തെ മര്യാദയാണ്. ചോള എന്തോ അമ്മ, എന്താ പുല്ലാണെങ്കിൽ പോയി. ബ്രേക്കൊക്കെ ഉണ്ടല്ലോ. ഇന്നല്ല, ലണ്ടനിൽ വന്ന് സൈക്കിളിൽ നിർത്തി. ചവിട്ടുന്ന കേട്ടാ. നല്ല റോഡിലാണെങ്കിൽ നല്ലപോലെ പോത്തില്ലേ? അത് ശരി. എവിടെ പോകുന്നത്? അവിടെ കൂടെ പോ. അതിനൊക്കെ you need our cycle. നടക്കത്തില്ലടി, കേട്ടോ. മേലിന്ന് ചവിട്ട്. നീ ഉരുട്ടി പോയിട്ട് അവിടെ നിന്നോ, ഉരുട്ടി പോ, ഉരുട്ടി പോടി. കൊണ്ടുവാ. അതെ അതെ അതെ, ഇനി ചവിട്ട്, ഇനി ചവിട്ട്. നീ മറ്റേ കാല്. അതെ അതെ, that's it. ചുറ്റ സൈക്കിൾ ഔട്ടുന്ന കാണാണ്ട. അമ്മയും ചവിട്ടും അല്ലേ അമ്മ? അമ്മ ചവിട്ടും. അമ്മയുടെ അതുകൊണ്ട് ഇഷ്ടായോ ചിറ്റ? വിളഞ്ഞില്ല. പ്ലം ഉണ്ട്, ആപ്പിൾ. അതെന്താ ചേട്ടാ? gooseberry. ചിറ്റ അത് കഴിച്ചു നോക്കിയാ? ചിറ്റപ്പം കഴിച്ചാ? അത് പഴുത്തതാണ്. കൊള്ളാ? I mean, I've had it before. So. എന്തേലും ഫോട്ടോ എടുക്കുവല്ല. ഒന്നും പറയാനില്ലല്ലോ. നിങ്ങൾ പറയണം ചേട്ടന്റെ മലയാളം ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. എങ്ങനെയുണ്ട്? മോൻ നല്ല വൃത്തിയായിട്ട് മലയാളം പറയും. നമ്മൾ ഇവിടെ വന്ന് ഈ നാട്ടിലുള്ളവരെ മലയാളം പഠിപ്പിക്കും. അതെ, ഞാൻ തിരിച്ചു പറയാം. English is improving a lot in the last week. എന്താ ഇപ്പൊ പറഞ്ഞെന്ന് പറ. പിന്നെ ഇംഗ്ലീഷിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. അറിയാ. എവിടെയാണെങ്കിൽ ഇരിക്കാം. അമ്മ എന്തുണ്ട്? എന്തെങ്കിലും പറ അല്ലേ?
ഡാഡി എന്തിലൊക്കെ പറ. ഞാനാ ഓന്റെ പംകിൻസും ചോച്ചോയും ഡാഡി ഇവിടെ ഭയങ്കര പ്ലാന്റിംഗ് ആണ്. എന്റെ ഫാമിംഗ് ഒന്ന് കാണിച്ചു. അഖിൽ ചേട്ടന്റെ ഇംഗ്ലീഷ് അല്ല മലയാളം കേട്ട് വലിയ പാട്. ഞാൻ കിടന്ന് വെള്ളം കുടിക്കാണ്ട് ഇപ്പൊ ഇത്തിരി പറയുന്നില്ല. അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ അഖിൽ ചേട്ടന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ വായി വരുന്നുള്ളൂ. മലയാളം ഇമ്പ്രൂവ്മെന്റ് ആയല്ലേ? അതുൽ ചേട്ടന്റെ ഇമ്പ്രൂവ്മെന്റ് ആയില്ല. അയ്യോ ആയി. എന്നാലും ഇത് ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു വണ്ടി ഇരുന്ന. ഇവിടെ ഒന്നും ഒരാൾക്കും ഉണ്ടാവുന്നില്ലേ? എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ അങ്ങനെ മീനാക്ഷിയുടെ വീട്ടിൽ വന്ന്, നല്ല സ്ഥലം, സൂപ്പർ, അങ്ങനെ നല്ല ആൾക്കാര്, നല്ല രസമുണ്ട്. എന്നെ കണ്ടിട്ട് സന്തോഷം. പിന്നെ എന്റെ മോളെ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇനി അമ്മ ഇത് കണ്ട് കരച്ചിൽ തുടങ്ങും. അതെ. അങ്ങനെ ഞങ്ങള് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി അക്കുമാന്റെ ഒക്കെ കടയിലോട്ട് പോവുകയാണ്. 6 മണിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ. ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ കിടന്നങ്ങ് ഭയങ്കര സംസാരം കേട്ടോ, കൊല്ലത്തെ വർത്തമാനങ്ങള്. അങ്ങനെ പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞോണ്ട് വരിക. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോ കാണാൻ. ഫാമിലി ചോയ്സ് എല്ലാം സൂപ്പർ. മീനാക്ഷിയുടെ അക്കുവിന്റെ ഇതെല്ലാം കൂടെ സൂപ്പർ മാർക്കറ്റ്. ഇതാണ് നമ്മുടെ നാട്ടിലെ മീനെല്ലാം. ഇതൊക്കെ ഫ്രോസൺ ഫിഷ് ആണ്. അതെല്ലാം തീർന്നു. എനിക്കൊരു കാര്യം സന്തോഷം, നാട്ടിൽ എല്ലാ സാധനവും ഉണ്ട്. അതെ. ഇനി ഏറ്റവും അമേരിക്ക കയറും നോക്കാൻ പറ്റും. വെജൊക്കെ ഉണ്ട് കേട്ടോ. ശർക്കര ഉണ്ടോ ഇവിടെ? ശർക്കരയൊക്കെ ഉണ്ട്. 1/2 കിലോ ശർക്കര. വാഴയിലൊക്കെ ഉണ്ട്. ഇന്നത്തെ ചായ നമുക്ക് വാങ്ങിച്ചു തരുന്നത് സ്പോൺസർ ഞങ്ങളുടെ കുമാൻ. അത് കേട്ടിട്ട് പറയാല്ലേ. പൊന്ന് തങ്കം. അല്ല ഇപ്പൊ വന്നിട്ട് കടയുടെ അടുത്തുള്ളവര് ഇത് ശ്രീലങ്കൻ കടയാണ്. ശ്രീലങ്കൻ കട. തമിഴ് ഗുണ്ട് ചിക്കന് ഗുണ്ട്. UK വന്നിട്ട് ഗുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു. അടുത്ത വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം വരാം. ഞങ്ങൾ മീനാക്ഷിയുടെ വീട്ടിൽ പോയിട്ട് വന്ന് കുഴഞ്ഞ് ട്രെയിനകത്ത് വന്നത്. അപ്പുറത്ത് നടന്നു വരുന്ന നമ്മുടെ വീട്ടിലോട്ടല്ലേ.